ഏകാദശി വ്രതം യഥാർത്ഥത്തിൽ 3 ദിവസങ്ങളിലായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി. ഏകാദശിയുടെ തലേ ദിവസം, അതായത് ദശമി വൈകുന്നേരം മുതൽ വ്രതം ആരംഭിക്കണം. ഈ സമയം മുതൽ പൂർണ്ണമായും സസ്യാഹാരം മാത്രം കഴിക്കാനും ഭഗവത് ചിന്തയിൽ കഴിയാനും ശ്രമിക്കുക. വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഏകാദശി ദിവസം പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ചു കഴിയണം. ഏകാദശി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം, അതായത് ദ്വാദശി രാവിലെ പാരണ വീടുന്നതോടെ വ്രതം പൂർത്തിയാകുന്നു. ജലപാനം പോലും ഇല്ലാതെ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നവരുണ്ട്. അത് പൂർണ്ണ ആരോഗ്യവാന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സിന്റെ ശക്തിക്കനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഉള്ളി, വെളുത്തുള്ളി, കൂൺ, മത്സ്യമാംസാദികൾ, ഉഴുന്ന്, അമിതമായ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ എന്നിവ ദശമി വൈകുന്നേരം മുതൽ ദ്വാദശി പാരണ വരെ ഒഴിവാക്കുക. ഉപവാസം എന്നാൽ ഭഗവാനോടൊപ്പം വസിക്കുക എന്നാണ് അർത്ഥം. വെറുതെ പട്ടിണി കിടക്കുകയല്ല. പകരം ഭൗതിക സുഖങ്ങളിൽ നിന്നും ലൗകിക ചിന്തകളിൽ നിന്നും മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിലേക്ക് മാറ്റണം. മൊബൈൽ, സിനിമ, സീരിയലുകൾ, അനാവശ്യ വർത്തമാനങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഏകാദശി വ്രതം പൂർണ്ണമാകുന്നത് പാരണ വീടുമ്പോഴാണ്. ദ്വാദശി ദിവസം രാവിലെ 8 മണിക്ക് മുമ്പായി പാരണ വീടണം. ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ചുകൊണ്ടാണ് പാരണ തുടങ്ങേണ്ടത്. തീർത്ഥം ലഭ്യമല്ലെങ്കിൽ തുളസിയിട്ട വെള്ളം സേവിക്കാം. ഇനി തുളസിയും ഇല്ലെങ്കിൽ 12 തവണ നാരായണ നാമം ജപിച്ച് ആ വെള്ളം സേവിക്കുക. ഇതും തീർത്ഥമായി സങ്കല്പിക്കാം. പാരണയ്ക്ക് ശേഷം ഒരു നേരം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാം. ഏകാദശി ദിവസം ഭഗവാനിൽ ലയിക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗമാണ് നാമജപം. അന്നേ ദിവസം സാധിക്കുമെങ്കിൽ ഒരു തവണയെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കണം. നരനും നാരായണനും ഒന്നാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുക എന്നതാണ് ഈ ദിവസത്തെ ലക്ഷ്യം. നമ്മുടെ ഓരോ ജപവും ഭഗവാന് സമർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയായി സങ്കല്പിക്കുക. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ തുടങ്ങിയ നാമങ്ങളും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രവും ജപിക്കാം. വീടിനടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോയി വ്രതം അനുഷ്ഠിക്കാം. ക്ഷേത്രങ്ങൾ അടുത്തില്ലെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ നെയ്വിളക്ക് കൊളുത്തി ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജാമുറി ശ്രീകോവിലായി സങ്കല്പിച്ച് നാമജപം കൊണ്ടുള്ള അർച്ചന നടത്തുക. ഈ രീതിയിൽ പൂർണ്ണ ഭക്തിയോടെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ നശിച്ച് ഐശ്വര്യവും സുഹൃതവും നമ്മളിലും നമ്മുടെ പരമ്പരകളിലും ഉണ്ടാകും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ സാധിച്ചു തരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ.